സമയം മുമ്പ് ഗൗതം അരുൺ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. ആ സാംസ്കാരിക തലസ്ഥാനം അപ്പാടെ തമരക്കുമ്പിളിലാവാൻ പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലേ? കാരണം അത്രത്തോളം ശക്തരായ സ്ഥാനാർത്ഥികളാണ്. നാട്ടകത്തായാലും തൃശ്ശൂരായി കഴിഞ്ഞാലും ഗുരുവായൂരായി കഴിഞ്ഞാലും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ശക്തന്റെ തട്ടകത്തിൽ ഇന്ത്യയെ ഒരുക്കിയിട്ടുള്ളത്, തയ്യാറായി നിൽക്കുന്നത്. അവർക്കൊക്കെയും ആവേശം സമ്മാനിക്കും പ്രധാന സേവകന്റെ വരവ്. കാരണം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം തന്നെ ഓരോ പ്രവർത്തകരും ഉണ്ടാക്കുന്ന ഊർജം വലുതാണ്. അത് ലോകത്ത് രാജ്യത്ത് എവിടെയാണ് ആണെങ്കിലും അല്ലേ, പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക് ശക്തന്റെ തട്ടകത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ BJP NDA കാത്തിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്, ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശ അല്ല കടലായി മാറുന്ന കാഴ്ച അത് വലിയൊരു മുന്നേറ്റത്തിന്റെ ഒരു ധ്വനി കൂടിയാണല്ലേ? അതെ, അത് തന്നെയാണ് KP. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ പോകുന്ന ജില്ലകളിൽ ഒന്ന് തൃശ്ശൂരാണ്. തിരുവനന്തപുരം നമുക്കറിയാം, കോർപ്പറേഷൻ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുൻപ് നിയമത്ത് അക്കൗണ്ട് തുറന്നിട്ടുള്ളതാണ്. BJPക്ക് പരമ്പരാഗതമായി സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. നേരെ തൃശ്ശൂരിലേക്ക് എത്തുകയാണെങ്കിൽ പക്ഷേ അങ്ങനെയല്ല. മുൻപ് BJPക്ക് വലിയ സംഘടനാ സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചില ചരിത്രം മാറ്റി എഴുതപ്പെട്ടു. അവിടെ ലോക്സഭയിൽ BJP വിജയിച്ചുവെന്ന് മാത്രമല്ല, ആ ലോക്സഭാ സീറ്റിലെ 7-ൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും BJP ഒന്നാമതെത്തുകയും അവിടെ ഇടത് വലത് മുന്നണികളെ ബഹുദൂരം പിന്നിലാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ആവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നും 6-7 MLAമാർ BJPയുടെ ടിക്കറ്റിൽ വിജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. ആ പ്രതീക്ഷ തന്നെയാണ് NDA ക്യാമ്പിന് ഉള്ളത്. അല്ല, ഈ വലിയൊരു പ്രതീക്ഷ, സജീവമാകുന്ന പ്രതീക്ഷ, ജനങ്ങളൊക്കെയും അത് നെഞ്ചേറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ചില വിവാദങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വരികയാണ് ഇടതും വലതും. പക്ഷേ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഏശില്ല എന്ന കാര്യം നമുക്കറിയാം. കാരണം അത് അവിടെ മാത്രമല്ല, തൃശ്ശൂർ മാത്രമല്ല, പാലക്കാടായി കഴിഞ്ഞാലും മഞ്ചേശ്വരത്തായി കഴിഞ്ഞാലും അങ്ങ് വടക്ക് തൊട്ട് തെക്ക് വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും എല്ലാ സർവ്വ സജ്ജീകരണങ്ങളോടെയും NDA പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് ഇടതും വലതും കൈമെയ് മറന്ന് നടത്തുന്നത് അല്ലേ? മാത്രമല്ല ഭീകര സംഘടനകളുമായി കൈകോർക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സജീവമായ ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും PDPയും പോലെയുള്ള ലക്ഷണമൊത്ത ഭീകര സംഘടനകളുമായി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെയൊക്കെ പരസ്യമായ പിന്തുണ LDFനും UDF ഉണ്ട് അല്ലെ? നിയമത്ത് LDFനാണെങ്കിൽ പാലക്കാട് UDFനാണ്. അങ്ങനെയുള്ള പ്രഖ്യാപിതമായ വാർത്താ സമ്മേളനത്തിൽ അവർ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ട് പോലും അത് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വർഗീയ ശക്തികളാണ്, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങനെ അധികാരത്തിലെത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ളൊരു ത്രാണി, ധൈര്യം പോലും ഈ ഇടതിലും വലതിലുമില്ല. കാരണം എങ്ങനെ ആയിക്കഴിഞ്ഞാലും, ഏത് വർഗീയ ശക്തിയുടെ വോട്ടായി കഴിഞ്ഞാലും അധികാരം ഞങ്ങൾക്ക് വേണം, കസേര ഞങ്ങൾക്ക് വേണം എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ഇടതും വലതും അല്ലേ? യെസ്, അത് തന്നെയാണ്. കാരണം ഇന്നും ഇന്നലെയും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നലെയും ഇന്നും SDPIയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന വേളയിൽ അദ്ദേഹം വളരെയധികം ക്ഷുഭിതനാവുകയാണ്, പ്രകോപിതനാകുകയാണ്. SDPIയുടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറയുവാനുള്ള ആർജവം പിണറായി വിജയൻ ഇല്ല എന്ന് കഴിഞ്ഞ 2 ദിവസത്തെ പിണറായി വിജയന്റെ പ്രസ് മീറ്റ് മാത്രം കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം തന്നെ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിശദീകരണമാണ് ഏറ്റവും കോമഡിയായി തോന്നുന്നത്. അദ്ദേഹം SDPIയെ കുറ്റം പറയുന്നുണ്ട്, SDPI ഭീകര സംഘടനയാണെന്ന് പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഭീകര സംഘടനയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊടും ഭീകരനായ അബ്ദുൾ നാസർ മദനിയുടെ PDP ഞങ്ങളുമായിട്ട് ധാരണയിലാണെന്ന് പറയുകയാണ്. എന്നിട്ട് ഒരു വലിയ ക്യാപ്സ്യൂളും കൂടി അദ്ദേഹം നിരത്തുന്നുണ്ട്. എന്താണ്? മദിനി പഴയ മദിനിയല്ല, PDP പഴയ PDP അല്ല എന്ന് പറയുകയാണ്. അതായത് SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഉള്ള അതേ സമാനമായ അതിതീവ്രമായ സ്വഭാവമുള്ള സംഘടനയായിട്ടുള്ള PDPയുടെ വോട്ട് ഒരു ഉളുമ്പുമില്ലാതെ വാങ്ങുന്ന CPM അപ്പുറത്തെ SDPIയെ കുറ്റം പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വ്യക്തമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പാലക്കാട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് അതാണ്. ഒരു മുന്നണി ഭീകര സംഘടനകളുമായി കൈകോർക്കുകയാണെങ്കിൽ അപ്പുറത്തെ മുന്നണി അതിലും ഭീകരമായി തീവ്രവാദികൾക്കൊപ്പം കൈകോർക്കുകയാണ്. അതായത് ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്ന വിമർശനം. കൂടുതൽ ഭീകരമായി എങ്ങനെ സന്ധി ഉണ്ടാക്കാമെന്നാണ് ഇടതും വലതും ഗവേഷണം ചെയ്യുന്നതും അങ്ങനെ കൂട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് അല്ലേ? അവിടെ സാധാരണക്കാരുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അവർ ബോധപൂർവം മറക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും അധികാരം എത്തണം. ഒരു കക്ഷിക്ക് അധികാരത്തിൽ ഒരു തുടർഭരണത്തിലേക്ക് എത്തണമെങ്കിൽ മറ്റു ഒരു കക്ഷിക്ക്
എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തിയേ തീരും. അത് ഏത് വർഗീയ ശക്തികളായി കഴിഞ്ഞാലും രാജ്യത്തെ വിഭജിക്കാൻ, രാജ്യത്തെ വിഘടിപ്പിക്കാൻ പ്രഖ്യാപനവുമായി നടക്കുന്ന വർഗീയ ശക്തികളാണെങ്കിലും ശരി, അവരെ എങ്ങനെയെങ്കിലും കൂട്ടുപിടിക്കണം, അവരുടെ വോട്ട് കൂടി നേടി ഞങ്ങൾ അധികാരത്തിലെത്തണമെന്നുള്ള മത്സരമാണ് ഇടതും വലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ദേശീയതയിൽ ഊന്നിക്കൊണ്ട്, സദ്ഭരണത്തിൽ ഊന്നിക്കൊണ്ട്, ജനക്ഷേമപരമായ പദ്ധതികൾ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ കൃത്യമായ രീതിയിൽ ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് അവരുടെ വോട്ട് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചയെ കൂടുതൽ മനോഹരമാക്കാൻ തന്നെയാണ് പ്രധാന സേവകൻ പാലക്കാടും തൃശ്ശൂരും എത്തിച്ചേർന്നിരിക്കുന്നത്. വീണ്ടും തൃശ്ശൂരിലേക്ക് പോകുകയാണ്. ആവേശ കാഴ്ചകൾ തൃശ്ശൂരിലെങ്ങും കാണാൻ സാധിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ശക്തൻ തമ്പുരാന്റെ തട്ടകമായ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് ലോകാരാധ്യനായ നേതാവ് ഇതാ എത്തുകയാണ്. തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സാനുവും അരുൺ കൊടുങ്ങൂരും തുടരുന്നുണ്ട്. സാനുവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സാനു, ഈ സ്വരാജ് റൗണ്ടിൽ എപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്? അദ്ദേഹം തൃശ്ശൂരിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതായി നേരത്തെ തന്നെ നമ്മൾ ഒരു അപ്ഡേറ്റ്സ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? എപ്പോൾ ഈ റോഡ് ഷോ ആരംഭിക്കും സാനു? അനുകൂലമായി എഴുതാനുള്ള എല്ലാ സാധ്യതയും സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി BJP കണക്കുകൂട്ടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ഇപ്പോൾ തൃശ്ശൂരാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ ആ നിലയ്ക്കുള്ള പ്രചാരണങ്ങൾ അതുകൊണ്ടാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തൃശ്ശൂരിൽ റോഡ് ഷോ ആരംഭിക്കാൻ പോകുകയാണ്. സ്വരാജ് റൗണ്ടിലൂടെയാണ് റോഡ് ഷോ. ഏതാണ്ട് 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള വളരെ വിശാലമായ റോഡ് ഷോയിൽ 10,000-കണക്കിന് ജനങ്ങൾ പങ്കെടുക്കും. പാലക്കാട്ടെ പ്രചരണ പരിപാടികൾ പൂർത്തീകരിച്ചാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുന്നത്. സാനു കെ സജീവ് തുടരുകയാണ്. സാനു, ഈ റോഡ് ഷോ എപ്പോഴാണ് ആരംഭിക്കുക? നേരത്തെ തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ ലാൻഡ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി, അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചു. ആ കാര്യം വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു പ്രേക്ഷകരിലേക്ക്. ഈ റോഡ് ഷോ എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഗൗതം, അല്പസമയത്തിനുള്ളിൽ തന്നെ റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് കുട്ടനെല്ലൂർ ഹെൽപ്പാഡിൽ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം 7 കിലോമീറ്റർ ദൂരമാണ് വാഹനത്തിൽ സഞ്ചരിക്കേണ്ടതുള്ളത്. ആ പ്രദേശം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ജനറൽ ആശുപത്രി പരിസരത്തേക്ക് എത്തുക. ഈ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നാണ് ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള റോഡ് ഷോ ആരംഭിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള 50,000-ലധികം പ്രവർത്തകരാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഈ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നത് നാട്ടികയിലെ MLA NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള CC മുകുന്ദൻ, അതേപോലെ തന്നെ മണലൂരിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള KK അനീഷ് കുമാർ, ഒപ്പം തൃശ്ശൂരിൽ നിന്ന് ജനവിധി തേടുന്ന പത്മജ വേണുഗോപാൽ, അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഈ വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള 50,000-ലധികം പ്രവർത്തകർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ ഈ സ്വരാജ് റൗണ്ടിൽ നിറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സ്വരാജ് റൗണ്ടിന്റെ ഒരു ഭാഗം മുഴുവൻ പൂർണ്ണമായിട്ടും പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർ അക്ഷമരായി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വരവിനായിട്ട്. ഭാരത് മാതാവിന് ജയ് വിളിച്ചുകൊണ്ടും അതേപോലെ തന്നെ പുഷ്പവൃഷ്ടിക്കായിട്ടൊക്കെ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. വലിയ മാറ്റമുണ്ടാക്കിയ ജില്ലയാണ് തൃശ്ശൂർ. നമ്മൾ അല്പം മുമ്പൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഐതിഹാസികമായിട്ടുള്ള വിജയമുണ്ടാക്കിയ ജില്ല, ഒപ്പം തന്നെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധാകേന്ദ്രം ആക്കി മാറ്റിയിട്ടുള്ള ഒരു ജില്ലയാണ്. അത്രയും ഒരു വിജയമായിരുന്നു 2024 സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്നുണ്ടായത്. അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ വലിയ മുന്നേറ്റം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പടിപടിയായിട്ട് വോട്ട് വിഹിതം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. കഴിഞ്ഞ തവണ 2021 സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തായി ആണ് നിന്നതെങ്കിലും ഈ 1-ാം സ്ഥാനത്തുള്ള ആളും അതേപോലെ തന്നെ 3-ാം സ്ഥാനത്തായിട്ടുള്ള സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേവലം 3000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് 2-ാം സ്ഥാനത്തെത്തിയ അന്നത്തെ UDF സ്ഥാനാർത്ഥി ഇന്നത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്മജ വേണുഗോപാലും അതേപോലെ തന്നെ അന്ന് വിജയിച്ച P ബാലചന്ദ്രനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 300 വോട്ടുകളുടെ മാത്രം വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും പൂർണ്ണമായിട്ടും BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഗുണകരമായിട്ട് ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യവും ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ഈ ഗുരുവായൂരുണ്ട്, അതേപോലെ തന്നെ നാട്ടികയുണ്ട്, അതേപോലെ തന്നെ മണലൂരുണ്ട്. ഈ മണലൂരിൻ്റെയൊക്കെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അന്യമല്ല എന്നുകൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിലെ ഓരോ ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ആദ്യമൊക്കെ ഈ LDF ആണെങ്കിലും UDF ആണെങ്കിലും
എങ്ങനെയെങ്കിലും ഏകപക്ഷീയമായിട്ട് വിജയിച്ച് പോകുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് കെ അനീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായതോടുകൂടി ആ സാഹചര്യം അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള വീമ്പ് പറച്ചിലടക്കം ഇല്ലാതെയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കടുത്ത പോരാട്ടം നടക്കുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് മണലൂർ മാറുന്നു. ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മോസ്കോ എന്നറിയപ്പെടുന്ന അന്തിക്കാട് അടക്കം ഉൾപ്പെടുന്ന കെ രാജന്റെ, അതേപോലെ തന്നെ വി എസ് സുനിൽകുമാറിന്റെ അടക്കമുള്ള അടക്കം ഉൾപ്പെടുന്ന നിയോജക മണ്ഡലമാണ് നാട്ടിക. ആ നാട്ടികയിലടക്കം പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. അതുകൊണ്ട് തന്നെയാവണം അത്തരത്തിലുള്ള നാട്ടിക അടക്കം BJP താമരക്കുമ്പിളിലേക്ക് പ്രതീക്ഷ അല്ലെങ്കിൽ കണക്കുകളുടെ ബലത്തിലായി CC മുകുന്ദൻ അടക്കം പ്രധാനമന്ത്രിക്കൊപ്പം ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നത് എന്നുള്ളതും രാഷ്ട്രീയപരമായിട്ട് നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതുപോലെ തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾപ്പെട്ടവർക്കും അല്ലെങ്കിൽ നേതാക്കൾക്കടക്കം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായിട്ട് ഈ CC മുകുന്ദനെ ഒപ്പം നിർത്തിയുള്ള റോഡ് ഷോയിൽ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വലിയ പ്രതീക്ഷ BJP പ്രവർത്തകരുള്ളത് 2024 ആവർത്തിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ BJP പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സ്വരാജ് റൗണ്ടിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കും. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ BJPയുടെ NDA സ്ഥാനാർത്ഥികളടക്കം പങ്കെടുക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ മണിക്കൂറുകളായിട്ട് പ്രവർത്തകരെല്ലാം ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഈ വടക്കുന്നാഥന്റെ തട്ടകത്തിലൂടെ, വടക്കുന്നാഥന്റെ മണ്ണിലൂടെ, ശക്തന്റെ തട്ടകത്തിലൂടെ കടന്നു വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. താനു, ഈ സ്വരാജ് ഗ്രൗണ്ട് നമുക്കറിയാം ഒട്ടേറെ കേരളത്തിൻ്റെ നിരവധി സാംസ്കാരിക മേഖലയുടെ പരിപാടികൾക്കായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള പരിപാടികൾക്കായാലും വേദിയായ ഒരു സ്ഥലമാണ്. പക്ഷേ അതിലുപരിയായി ഒരു സ്വരാജ് റൗണ്ടിൽ ഒരു ജനസാഗരം തന്നെ എത്തിച്ചേർന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു അല്ലക്കടലായി ഈ വീഥികളൊന്നാകെ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം വരുന്ന ഏപ്രിൽ 27-നാണെങ്കിൽ ഇന്ന് നരേന്ദ്രൻ്റെ പൂരമാണെന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ആ ഒരു മിനി പൂരത്തിനുള്ള ഒരു ജനസഞ്ചയം ഇവിടെ തമ്പടിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. ഈ റോഡ് ഷോ ആരംഭിക്കുന്ന സ്ഥലം മുതൽ അതേപോലെ തന്നെ 900 മീറ്റർ അപ്പുറത്തുള്ള ബിനി ഹെറിറ്റേജ് വരെയുള്ള പ്രദേശത്ത് വലിയ രീതിയിൽ ജനം തമ്പടിച്ച് നിൽക്കുന്നു. BJP പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നു. അത് തന്നെ ഈ ഒരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് തന്നെ വേണം കണക്കാക്കാനായിട്ട്. അത്രയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ജില്ലയാണ് തൃശ്ശൂർ. ആ മാറ്റങ്ങൾ വീണ്ടും ആവർത്തിക്കും എന്നുള്ളതിൻ്റെ സൂചന കൂടി നൽകുന്ന ഒരു സന്ദേശം നൽകുന്ന കൂടിയാണ് ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ ഈ അണിനിരുന്ന ജനസഞ്ചയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയ്ക്കും വലിയ ജനങ്ങളുടെ പങ്കാളിത്തം ഈ ഒരു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലേക്ക് ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരുടെ പങ്കാളിത്തവും ഇതിൽ നമുക്ക് സൂചനയായി കണക്കാക്കാൻ സാധിക്കും. തൃശ്ശൂർ ജില്ലയിലുള്ള പ്രവർത്തകരാണ് ഇന്ന് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. തൃശ്ശൂർ റവന്യൂ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ, ബൂത്തുകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായിരിക്കുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 50,000-ലധികം പ്രവർത്തകരെയാണ് BJP പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതും കടന്നു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റോഡ് ഷോ തുടങ്ങുന്ന ഭാഗത്തൊക്കെ വലിയ രീതിയിൽ പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ ബാരിക്കേഡ് പോലും തള്ളി മുന്നോട്ട് വരുന്ന നിലയിലേക്ക് പോലും ആ ഒരു ജനങ്ങളുടെ പങ്കാളിത്തം മാറി എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി തന്നെ ഈ ഒരു ആവേശം അതൊരു അല്ലകടലായി മാറും, അതൊരു പൂരത്തിന് സമാനമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ മാറ്റങ്ങൾ പലത് കണ്ട മണ്ണാണ് തൃശ്ശൂർ. പലരെയും വീഴ്ത്തിയിട്ടുണ്ട്, പലരെയും വളർത്തിയിട്ടുണ്ട്. ആ ഒരു മണ്ണിൽ പുതിയൊരു സൂര്യോദയം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു പ്രതീക്ഷ നൽകുക കൂടിയാണ് ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ദൃശ്യങ്ങളിലൂടെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നെടുക്കുകയാണ്. ആ നടന്നെടുക്കുമ്പോൾ മാറ്റത്തിനൊപ്പം മുന്നേറാൻ വേണ്ടി തൃശ്ശൂരിലെ ജനത തീരുമാനിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് ഈ ഒരു ജനസഞ്ചയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ജനസഞ്ചയം ഇപ്പോൾ തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഈ തൃശ്ശൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നും സമീപത്തു നിന്നും ആരംഭിക്കും എന്നാണ് കരുതുന്നത്. ഓക്കെ.